ഇനി ഇന്ത്യയുടെ അടുത്ത പരമ്പര ബംഗ്ലാദേശുമായിട്ടുള്ള ടെസ്റ്റാണ്. സെപ്റ്റംബർ 19-നാണ് ടെസ്റ്റ് ആരംഭിക്കുന്നത്. 2 ടെസ്റ്റാണ് ഇന്ത്യ ബംഗ്ലാദേശുമായിട്ട് കളിക്കുന്നത്. ഇതിനുള്ള ഇന്ത്യൻ ടീമിനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സഞ്ജു ഇതുവരെ ടെസ്റ്റിൽ കളിച്ചിട്ടില്ല. ഇഷാനെ വരെ ടെസ്റ്റിൽ BCCI എടുത്തിട്ടുണ്ട്. എന്നിട്ടും സഞ്ജുവിനെ ഒഴിവാക്കി. ഇപ്പോഴിതാ സഞ്ജു ടെസ്റ്റ് കളിക്കാൻ പോവുകയാണ്. സഞ്ജുവിനെ 3 ഫോർമാറ്റിലും കളിപ്പിക്കാനാണ് ഗംഭീറിന്റെ പദ്ധതി. അതുകൊണ്ട് ബംഗ്ലാദേശ് ടെസ്റ്റിൽ സഞ്ജു ഉണ്ടായിരിക്കും. സഞ്ജു മാത്രമല്ല, ഋഷഭ് പന്തും ഇന്ത്യയുടെ കീപ്പറായിട്ട് ടീമിലുണ്ടായിരിക്കും. രാഹുൽ ടെസ്റ്റ് കളിക്കില്ലെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇഷാനെ ടെസ്റ്റിൽ എടുക്കില്ല. ഇഷാനെ BCCI തഴഞ്ഞ മട്ടാണ്. ടെസ്റ്റിൽ സഞ്ജു തകർത്തടിക്കുമെന്നത് ഉറപ്പാണ്. സഞ്ജുവിന് ഇപ്പോൾ മെല്ലെ കളിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് സഞ്ജു ടെസ്റ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. സഞ്ജു മാത്രമല്ല, ഹാർദിക് പാണ്ഡ്യയും ടെസ്റ്റ് കളിക്കും. പാണ്ഡ്യയോടും ടെസ്റ്റ് കളിക്കാൻ ഗൗതം ഗംഭീർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ എല്ലാ താരങ്ങളും 3 ഫോർമാറ്റിലും കളിക്കണമെന്നാണ് ഗംഭീർ പറയുന്നത്. അതുപോലെ തന്നെ ഋതുരാജ്, ശുഭ്മാൻ ഗിൽ, ജയ്സ്വാൾ ഇവരൊക്കെ ബംഗ്ലാദേശ് ടെസ്റ്റിൽ ഉണ്ടായിരിക്കും. സൂര്യകുമാറിനെയും ടെസ്റ്റിൽ ഉൾക്കൊള്ളിക്കാനാണ് ഗംഭീറിന്റെ പദ്ധതി. മുൻപ് സൂര്യയെ ടെസ്റ്റിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ സൂര്യയ്ക്ക് കഴിവ് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ഇനി ഋഷഭ് പന്തിനെ ഒഴിവാക്കാൻ സാധിക്കില്ല. ഋഷഭ് പന്ത് ഏറ്റവും മികച്ച രീതിയിൽ കളിച്ചിട്ടുള്ളത് ടെസ്റ്റിലാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ കീപ്പറായിട്ട് ടീമിലുണ്ടായിരിക്കുക ഋഷഭ് പന്ത് തന്നെയായിരിക്കും. പക്ഷേ സഞ്ജുവിനും അവസരം കൊടുക്കുകയാണ്. ഒരുപക്ഷെ സഞ്ജു ബാറ്റ്സ്മാൻ ആയിട്ടായിരിക്കും ടീമിൽ ഉണ്ടാവാൻ പോകുന്നത്. അതുമാത്രമല്ല, രോഹിത് ശർമ്മയും കോഹ്ലിയും ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചെത്തി. ഒരുപാട് കാലത്തിന് ശേഷമാണ് രോഹിത്തും കോഹ്ലിയും ടെസ്റ്റ് കളിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ജസ്പ്രീത് ബുംറയും ടീമിൽ ഉണ്ടായിരിക്കും. പിന്നെ BCCI തഴഞ്ഞിട്ടുണ്ടായിരുന്ന അജിങ്ക്യ രഹാനെ തിരിച്ചു വരികയാണ്. മൊത്തത്തിലൊരു അടിമുടി മാറ്റമാണ് ബംഗ്ലാദേശ് ടെസ്റ്റിൽ നടക്കാൻ പോകുന്നത്. സഞ്ജുവിന്റെ ഒരു ടെസ്റ്റ് അരങ്ങേറ്റം നമുക്ക് കാണാൻ സാധിക്കും.